ഗർഭകാല ചികിത്സാ പിഴവിനെ തുടർന്ന് ഗുരുതര വൈകല്യത്തോടെ ജനിച്ച ആലപ്പുഴയിലെ നവജാത ശിശുവിന്റെ ചികിത്സയ്ക്കായി ഈടാക്കിയ പണം മെഡിക്കൽ കോളേജ് ആശുപത്രി തിരികെ നൽകി. സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കുഞ്ഞിനെ ആരോഗ്യവകുപ്പ് കൈയൊഴിഞ്ഞെന്ന മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇടപെടൽ. ചില പരിശോധനകൾക്കായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി രക്ഷിതാക്കളിൽ നിന്ന് ഈടാക്കിയ 500 രൂപയാണ് മാതൃഭൂമി വാർത്തയ്ക്ക് പിന്നാലെ മടക്കി നൽകിയത്. അവർ പറയുന്നത് അന്ന് ഉണ്ടായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ട് സംഭവിച്ചു പോയതാണ്. അവിടെ ഇരിക്കുന്ന എല്ലാം ട്രെയിനീസുകളാണ്, അവർക്കറിയാതെ വാങ്ങിയതാണെന്നാണ് പറയുന്നത്. പണം ഈടാക്കിയത് ശരിയായില്ലെന്ന് ആരോഗ്യമന്ത്രി. ഞാനിങ്ങനെ കേട്ടു, അത് തീർച്ചയായിട്ടും പരിശോധിക്കാം. അത് സർക്കാർ സംവിധാനത്തിൽ ഒരിക്കലും അത് ചെയ്യാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ തന്നെ 18 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ ചികിത്സ നൽകുന്നത്. അതല്ലാതെ വീണ്ടും പ്രത്യേകിച്ച് ഈ കേസിൽ അങ്ങനെ ചെയ്തു എന്നുള്ളത് അത് തീർച്ചയായിട്ടും പരിശോധിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും പറഞ്ഞു. പണം തിരികെ ലഭിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും കുഞ്ഞിന് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്നും ചികിത്സാ പിഴവ് വരുത്തിയവർക്ക് ശിക്ഷയും നൽകണമെന്നും അച്ഛൻ. ഗൈനക്കോളജിസ്റ്റായ 2 ഡോക്ടർമാരും സ്കാനിംഗ് സെന്ററിലെ റേഡിയോളജിസ്റ്റായ 2 ഡോക്ടർമാരും ഇപ്പോഴും അവരവരുടെ കാര്യങ്ങളായിട്ട് നടക്കുന്നു. അവർ ചെയ്ത പിഴവിന്റെ അടിസ്ഥാനത്തിൽ ഞാനും എൻ്റെ കുഞ്ഞും ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് കുഞ്ഞിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിലേക്ക് മാറ്റി. ആലപ്പുഴ ലജനത്ത് വാർഡിൽ താമസിക്കുന്ന അനീഷ് മുഹമ്മദ് സുർമി ദമ്പതികളുടെ 3ാമത്തെ കുഞ്ഞാണ് വൈകല്യങ്ങളോടെ ജനിച്ചത്. ഗർഭകാലത്ത് 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും വൈകല്യങ്ങൾ കണ്ടെത്താനായില്ല എന്നാണ് പരാതി. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം നേരിട്ടെത്തി അന്വേഷണം നടത്തിയിരുന്നു. തുടർന്ന് ആരോപണം നേരിടുന്ന മിഡാസ്, ശങ്കേഴ്സ് എന്നീ ലാബുകളുടെ സ്കാനിംഗ് മെഷീൻ സീൽ ചെയ്തു. എന്നാൽ ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്കെതിരെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അന്വേഷണ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വൈകരുതെന്നും KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. ചികിത്സാ പിഴവിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ 2 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രതികൾ. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.